ഒരാളെ പ്രവാസിയാക്കിയാലോ? ഇന്ന് നമ്മുടെ ഫാദ് ദുബൈയിലേക്ക് പോവാണ്. അപ്പൊ മൂപ്പരെ കൊണ്ടാക്കാൻ വേണ്ടി നേരെ വീട്ടിലേക്ക് പോവാണ്. ഇതാണ് നമ്മുടെ ഫാദ്. സങ്കടം ഉണ്ടോന്ന് നോക്കിയാൽ നല്ല ചിരിയും കാണുന്നുണ്ട്. അങ്ങനെ ഒന്നും നോക്കിയാൽ ഉന്തി തള്ളി ഞാൻ കാറിന്റെ അകത്തോട്ട് അങ്ങോട്ട് കയറി നോക്കുമ്പോൾ പെട്ടി ചാമ്പിട്ട് അതിൽ നിന്ന് നല്ല കടികൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ സമൂസ എടുത്തിട്ട് സമൂസ ചാമ്പിപ്പോ അതാ ഷാസും മുബാഷും കൂടി നല്ല അടിയോടടിയായിരുന്നു. പിന്നെ എയർപോർട്ടിലേക്ക് ഏത് വഴി പോകണം എന്നുള്ള ചർച്ചയായിരുന്നു. അങ്ങനെ മുബാഷൊക്കെ പറഞ്ഞ പോലെ വലത്തോട്ട് കയറാന്നും പറഞ്ഞ അങ്ങനെ മർജാനിക്കാനെയും കൂട്ടി മർജാനിക്കാനെ ഉന്തി തള്ളി കയറ്റി ആ മൂലക്ക് കയറി ഞാനിരുന്ന് അങ്ങനെ ഡീസൽ എടുത്തു. ദുബൈയിൽ പോകേണ്ട ആവശ്യത്തിലാണ് ഫാദ്. ആ ചിരിയിലുണ്ട് എല്ലാം. അങ്ങനെ മർജാനിക്കും തീറ്റ അങ്ങോട്ട് തുടങ്ങി. ഞാൻ കുഞ്ഞിച്ചക്കനായോണ്ട് എങ്ങനെയൊക്കെ അവിടെ അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. പിന്നെ അങ്ങോട്ട് നമ്മുടെ ഹാപ്പിനെസ് വൈബ് അങ്ങോട്ട് തുടങ്ങി. ഫാദിനെ ഹാപ്പി ആക്കാനുള്ള ഓരോ കാട്ടിക്കൂട്ടിലാണ്. അങ്ങനെ ചെക്കനെ ഹാപ്പി ആക്കിയിട്ട് എയർപോർട്ടിലേക്ക് എത്തി. അതിൻ്റെ ഇടയ്ക്ക് ഒരുത്ത കൂളിംഗ് ഗ്ലാസ് ഇട്ടിട്ട് കെട്ടിപ്പിടിക്കാനുള്ള ട്രെയിനിങ് ആയിരുന്നു. അങ്ങനെ ഓരോ ട്രെയിനിങ്ങും കഴിഞ്ഞ് അങ്ങനെ കെട്ടിപ്പിടി അങ്ങോട്ട് തുടങ്ങി. ഞാനും ഫാദിനെ കെട്ടിപ്പിടിച്ചു. പക്ഷെ എന്താണെന്ന് അറിയില്ല, വല്ലാത്തൊരു സങ്കടം. എന്നാലും സന്തോഷിപ്പിച്ചല്ലേ വിടാൻ പറ്റുള്ളൂ. അങ്ങനെ കെട്ടിപ്പിടുത്തവും കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞപ്പോൾ ഇത് അടുത്ത കൂളിംഗ് ഗ്ലാസ് ഊറ്റിയിട്ട് അടുത്ത കെട്ടിപ്പിടുത്തത്തിന് വന്നിട്ടുണ്ട്. അങ്ങനെ ചിരിയും കളിയും കെട്ടിപ്പിടുത്തൊക്കെ കഴിഞ്ഞ് ചെക്കൻ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ അവൻ പോന്നീന്ന് നോക്കിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി. ക്ഷീണം മാറ്റാൻ വേണ്ടി അടുത്തുള്ള ഒരു ചായക്കടയിൽ പോയി. അവിടുത്തെ കടി കണ്ടപ്പോൾ എനിക്ക് വല്ലാണ്ട് സന്തോഷം. അങ്ങനെ ഒരു പൊറോട്ട റോള് വാങ്ങിച്ച് ഞാൻ ഈ സൈഡ് അങ്ങോട്ട് കഴിച്ചു. പിന്നെ ഒരു കല്ലുമ്മക്കായി വാങ്ങിച്ചു. നല്ല സൂപ്പർ കല്ലുമ്മക്കായി ചായയും കുടിച്ചു. എല്ലാവരും അങ്ങോട്ട് കഴിച്ചിട്ട് ഇതിന്റെ ഇടയ്ക്ക് ഉന്തി തള്ളി കയറി ഇരുന്നിട്ട് ഞാൻ പോയി. അപ്പൊ ശരിയെന്നാ.